വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലൂടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലൈവിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസവും അതേപോലെ തന്നെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ആ രണ്ട് ചാപ്റ്റർ. ആരെങ്കിലും ആ ലൈവ് കാണാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണുക. അവിടെ നമ്മൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ ചോദിക്കുന്ന 2017 മുതൽ 2023 വരെയുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും ആ രണ്ട് ചാപ്റ്റർ നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല. അതുക്ക് പുറമെ ആ ചാപ്റ്ററിലെ മുഴുവൻ കൺസെപ്റ്റും അതേപോലെ തന്നെ അവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ കുറച്ച് കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലൈവ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലൈവ് ഉടനെ തന്നെ പോയി കാണുക. ലൈവ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മക്കളെ. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു രസമെന്ന് പറയുന്നത്, അല്ലടാ മക്കളെ? ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇതല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. രണ്ട് ചാർജർ പാർട്ടിക്കിൾ ഉണ്ട്, Q1 ഉം Q2 ആണ്. ഈ രണ്ട് ചാർജർ പാർട്ടിക്കിളിൻ്റെ എന്താ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് എ വർക്ക് ഡൺ ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എ ചാർജർ പാർട്ടിക്കിൾ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതിൻ്റെ കൺസെപ്റ്റൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ഡൺ ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ആൾവേസ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. രണ്ട് ചാർജർ പാർട്ടിക്കിൾ ഉണ്ട്. ഇതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എൻട്രി ചെയ്യുന്നു. ഈ രണ്ട് ചാർജർ പാർട്ടിക്കിളിൻ്റെയും പാത്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Q1 എന്ന് പറയുന്ന ഒരു തീറ്റ ആംഗിളാണ് എൻട്രി ചെയ്യുന്നത്. Q2 എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻട്രി ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് നോക്കാം. Q1ൻ്റെ പാത്ത് എന്ന് പറയുന്നത് അതൊരു തീറ്റ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതെന്ത് പാത്തായിരിക്കും? അതൊരു ഹെലിക്കൽ പാത്തായിരിക്കും, ഹെലിക്സ് ആയിരിക്കും. ഓക്കെ അല്ലേടാ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നു. എന്താണ്? അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നു Q2ൻ്റെ പാത്താണ്. Q2 പെർപെൻഡിക്കുലർ ആണ് എൻട്രി ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സർക്കുലർ പാത്ത് ആയിരിക്കും. സർക്കിൾ ആയിരിക്കും അവിടുത്തെ പാത്ത് എന്ന് പറയുന്നത്. റെഡി? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആൻ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ. ഒരു ആൽഫ പാർട്ടിക്കിളും അതേപോലെ എന്താണ് ഒരു പ്രോട്ടോണും എന്ത് ചെയ്യുകയാണ്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുന്നത്. എവിടെയാണ് എൻ്റർ ചെയ്യുന്നത്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇഫ് ടു പാർട്ടിക്കിൾ ഹാവ് ഈക്വൽ ലീനിയർ മൊമെൻറ്റം. ആ രണ്ട് പാർട്ടിക്കിളിൻ്റെയും മൊമെൻറ്റം എന്താണ്? ഈക്വൽ ആണ്. വാട്ട് വിൽ ബി ദ റേഷ്യോ ഓഫ് ദ റേഡിയസിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. V is equal to QBR by എന്താണ്? M ആണ്. ഇവിടെ നിന്നും R is equal to VM ഡിവൈഡ് ബൈ എന്താണ് മക്കളെ? QB ആണ്. അപ്പോൾ ഇവിടെ ലീനിയർ മൊമെൻറ്റം പറയുന്നുണ്ട്. അപ്പോൾ VM എന്ന് പറയും നമുക്ക് എല്ലാവർക്കും അറിയാം മൊമെൻറ്റം ആണ്. അപ്പോൾ R is equal to മൊമെൻറ്റം ഡിവൈഡ് ബൈ QB ആണ്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് പറയാം റേഡിയസ് ഈസ് പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? QB എന്ന് എഴുതാം. റേഡിയസ് ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്? QB ആണ്. അപ്പോൾ നമുക്ക് ആരുടെയൊക്കെയാണ്? ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ നമുക്ക് ആൽഫ പാർട്ടിക്കിളിൻ്റെ നോക്കാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ആൽഫ പാർട്ടിക്കിൾ റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്കും R ഈസ് പ്രപ്പോർഷണൽ ടു 1 ബൈ എന്താ മക്കളെ? QB എന്ന് പറയുമ്പോൾ Qയും B ഉണ്ടല്ലേ? Q എന്ന് പറയുമ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ Q ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? സെയിം മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ചാർജ് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് എഴുതാം? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ചാർജ് എന്ന് ഡയറക്റ്റ്ലി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് എഴുതാം, ചാർജ് എന്ന് എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം റേഡിയസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്തായിരിക്കും? ചാർജ് ആയിരിക്കും. റെഡി അല്ലേ? ഉഷാറല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം അടുത്ത എന്താണ്? പ്രോട്ടോണിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും മക്കളെ? ചാർജ് ഓഫ് എന്തായിരിക്കും? പ്രോട്ടോൺ ആണ്. അപ്പോൾ നമുക്ക് ആൽഫ പാർട്ടിക്കിളിൻ്റെയും പ്രോട്ടോണിൻ്റെയും റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എഴുതാം QP ഡിവൈഡഡ് ബൈ എന്തെഴുതാം മക്കളെ? Q ആൽഫ എന്ന് എഴുതാം. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിളും. ഓക്കെ, പ്രോട്ടോണും ആൽഫ പാർട്ടിക്കിൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ ചാർജ് E എന്നെടുത്താൽ നമുക്ക് പ്രോട്ടോണിൻ്റെ ചാർജ് ഓഫ് പ്രോട്ടോണിനെ നമുക്ക് എന്തെടുക്കാം? E എന്നെടുത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസിന് ഈക്വൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 2E ആണല്ലേ ഹീലിയം ന്യൂക്ലിയസ് പറയുമ്പോൾ 2 പ്രോട്ടോൺ ആണ്, 2E ആണ്. റെഡി അല്ലേടാ മക്കളെ? അപ്പോൾ E യും 2E ആണ്. അപ്പോൾ നമുക്ക് എഴുതാം R ആൽഫ ഡിവൈഡഡ് ബൈ R പ്രോട്ടോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് എഴുതാം
E ഡിവൈഡഡ് ബൈ എന്താണ് 2E ആണ്. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് R ആൽഫ ഡിവൈഡ് ബൈ RP എന്ന് പറയുന്നത് 1/2, ദറ്റ് ഈസ് 1:2 എന്തായിരിക്കും 2 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ദെയർ ട്രജക്ടറീസ് ഇൻ ദ ഫീൽഡ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ പാർട്ടിക്കിളിൻ്റെതും അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെയും 1:2 ആണ് റേഡിയസിൻ്റെ റേഷ്യോ. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നാളാ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ മൂവിംഗ് വിത്ത് സ്പീഡ് 3 × 10⁻⁷ meter per second in the magnetic field, അല്ലെ in a magnetic field 6 × 10⁻⁻⁴ Tesla perpendicular to it. റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ റേഡിയസിൻ്റെ ഇക്വേഷൻ? R = നമ്മൾ തൊട്ട് മുമ്പ് എഴുതി VM ഡിവൈഡഡ് ബൈ എന്താണ് QB ആണ്. എല്ലാം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടോ? വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി 3 × 10⁻⁷ ആണ്. മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻⁻31 ആണ്. ഇനി ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ആയതുകൊണ്ട് ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. ഇനി അതേപോലെ തന്നെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 × 10⁻⁻4 ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക, കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും. കണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി ആയിരുന്നു. ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തില്ലേടാ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. പാരലൽ കറണ്ട് അട്രാക്ട്, ആൻറ്റി പാരലൽ കറണ്ട് റിപ്പൽഡ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്? ഇത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫാൾസ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് പാരലൽ കറണ്ട്? എന്താണ് ഈ പാരലൽ കറണ്ട് എന്ന് വെച്ചാൽ? രണ്ട് കണ്ടക്ടർ ഉണ്ട്, ഒരേ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നത് ഈസ് പാരലൽ കറണ്ട്. ആ പാരലൽ കറണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡ്രോ ചെയ്യുന്നു, ഇവിടെയും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്രോ ചെയ്യുന്നു. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുത്തെ. ഓക്കെ, ഇത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുകയാണല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യുന്നതിന് ക്രോസ് കിട്ടും. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പുറത്തോട്ടേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. നമുക്കതിനെ ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ക്രോസ് എന്ന് പറയുന്നത് സൗത്ത് പൊളാരിറ്റി ആണെങ്കിൽ ഡോട്ട് നോർത്ത് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ പാരലൽ കറണ്ട് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. എങ്കിൽ ഉറപ്പാണ് ആൻറ്റി പാരലൽ കറണ്ട് റിപ്പൽ ചെയ്യും. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എന്താണ് മക്കളെ? ട്രൂ. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. ഇനി അടുത്ത നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഫൈൻ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നമ്മൾ എടുത്തിട്ട് അവിടെ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. അത് വെച്ചിട്ട് നമ്മൾ എന്താ പറയാൻ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താണ് മക്കളെ ഇക്വേഷൻ? നമുക്ക് ഇക്വേഷൻ എഴുതിയാലോ? യെസ്, ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് 1 ആംപിയർ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ഡെഫിനേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. F/L ഇതാണ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഇതാണ് μ0 I1 I2 μ0 I1 I2 ഡിവൈഡ് ബൈ എന്താണ് 2πr. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കറണ്ട് സപ്പോസ് നമുക്ക് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു I1 = I2 = എന്താണ് 1 ആംപിയർ ആണ്. ആ രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ നമുക്കറിയാം μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്. അപ്പോൾ F/L നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 4π × 10⁻⁻7 × 1 × 1 ഡിവൈഡഡ് ബൈ 2π × 1 എന്ന് കൊടുക്കാം. ആറിനെ ആ ഒരു രണ്ട് കണ്ടക്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ 1 മീറ്റർ ആയിട്ട് നമ്മൾ എടുത്തു. 1 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2πയും വെട്ടിക്കളയാം. ഇത് വെട്ടിക്കളയാൻ നമുക്ക് 2 × 10⁻⁻7 എന്ന് കിട്ടി. 2 × 10⁻⁻7 Nm/m. അതായത് രണ്ട് കണ്ടക്ടറുകൾ തമ്മിലുള്ള ഒരു 1 മീറ്റർ ലെങ്തിലുള്ള രണ്ട് കണ്ടക്ടറുകൾ തമ്മിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് 2 × 10⁻⁻7 ആയാൽ നമുക്ക് പറയാം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആയിരിക്കും. അങ്ങനെ നമുക്ക് 1 ആംപിയറിന് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാൻ. ഇതൊന്നും എഴുതണമെന്നില്ല. ഈ ഒരു സെൻറ്റൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതി വെച്ചാൽ മതി. ഇനി ഈ സെൻറ്റൻസ് നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഒന്നെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് എഴുതുക. 2 എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയായിരിക്കും. 2 എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അടുത്തത് മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്. എ 100 ടേൺസ് ക്ലോസ്ലി ബൗണ്ട് സർക്കുലർ കോയിൽ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ക്യാരീസ് എ കറണ്ട് 3.2 ആംപിയർ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദിസ് കോയിൽ? കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. M = നമുക്ക് എല്ലാവർക്കും അറിയാം ഇക്വേഷൻ NI × A ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എവിടെയാണ്? റെക്ടാങ്കുലർ കോയിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം
ഗാൽവനോമീറ്ററിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സെക്ഷൻ. റെഡി? അപ്പോൾ എന്നെ തന്നിട്ടുണ്ടല്ലേ, നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 100 ടേൺസ് ആണ്. 100 ടേൺസ് ആണ്. കറണ്ട് തന്നിട്ടുണ്ട് 3.2 ആണ്. ഏരിയ തന്നിട്ടില്ല, പക്ഷേ റേഡിയസ് ഉണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ πr² അല്ലേ, സർക്കുലർ കോയിലാണ്. അപ്പോൾ റേഡിയസ് ഉണ്ടെങ്കിൽ πr² ആണ്. π × r എന്ന് പറയുന്നത് 10 × 10⁻² എന്താണ്, -2 ആണ് അല്ലേ, πr² ആണ്. ഇതിനെ സോൾവ് ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇതിൻ്റെ യൂണിറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് ആംപിയർ ആണ്, ഇത് ഏരിയ മീറ്റർ ആണ്. അപ്പോൾ ആംപിയർ മീറ്റർ² ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്റർ² ആയിരിക്കും. അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അടിപൊളി ഒരു ക്വസ്റ്റ്യൻ. ഇതും ഒരു പ്രാവശ്യം ഏതോ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. അടിപൊളി മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു, കിടുക്കാച്ചി ക്വസ്റ്റ്യൻ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതൊരു സർക്കുലർ കോയിലാണ്. സർക്കുലർ കോയിലിൻ്റെ കാൽ ഭാഗം ആരോ എടുത്തുകൊണ്ട് പോയി. ബാക്കിയുള്ള ഭാഗത്തെ എന്ത് കണ്ടുപിടിക്കണം? ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാം തന്നിട്ടുണ്ട്, റേഡിയസ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ നമുക്കറിയണം സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം μ0I/, എന്താണ്, 2a. ഇതെവിടെ പഠിച്ചതാണ്? μ0 ഒരു ടേൺ ഉള്ള അത്, അല്ലെങ്കിൽ ni വരും കേട്ടോ. ഒരു ടേൺ ഉള്ളത് കൊണ്ട് μ0I/2a മതി. നമ്മളിത് പഠിച്ച ഇക്വേഷൻ ആണല്ലേ. B = μ0I/, എന്താണ്, 2a എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു ഫുൾ സർക്കിളിൻ്റെ അല്ലേ ഇക്വേഷൻ. നമുക്ക് ഫുൾ സർക്കിൾ ഉണ്ട് ഇല്ല, അതിന് മുക്കാൽ ഭാഗമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 3/4 മുക്കാൽ ഭാഗം ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡാണ്. റെഡിയല്ലേ? ജസ്റ്റ് സിംപ്ലി ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം 3/4 × μ0I/2. എല്ലാം ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്, ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. യെസ്, നമുക്ക് നോക്കാം. μ0യുടെ വാല്യൂ എന്താ മക്കളെ? μ0 നമുക്കറിയാം 4π × 10⁻⁻7 ആണ്. ഒരു 3/4 ഉണ്ടായിരുന്നു ആദ്യം, ഒരു 3/4 ഉണ്ട്. 3/4 × 4π × 10⁻⁻7. കറണ്ട് തന്നിട്ടുണ്ട് 20 ആംപിയർ ആണ് കറണ്ട്. 20 ആംപിയർ ആണ് കറണ്ട്. ഡിവൈഡഡ് ബൈ μ0I/2a ആണ്. 2 × റേഡിയസ് എത്രയാണ്? 2 × 10⁻⁻2 എന്താണ്, -2 ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ആൻസർ കിട്ടുന്നത് ടെസ്ലയിലായിരിക്കും. എന്തിലായിരിക്കും? ടെസ്ലയിൽ. ഇതിൻ്റെയൊക്കെ ഞാനിപ്പോൾ ഈ ഫൈനൽ ആൻസർ ഇടാത്തതിൻ്റെയൊക്കെ ഫൈനൽ ആൻസറിൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്തിടുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഇന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഇത്, മൂന്നാമത്തെ. അപ്പോൾ ഞാൻ ഈ ആൻസർ ചെയ്യാത്ത ഈ ന്യൂമറിക്കൽ ക്വസ്റ്റിൻ്റെ ആൻസറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തിട്ടിടുക. ഞാൻ ശരിയാണോ തെറ്റാണോ എന്ന് എന്ത് ചെയ്യാം, കമൻറ്റിൽ വന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്കിതൊരു പ്രാക്ടീസും കൂടെ ആവുമല്ലോ. റെഡിയല്ലേ? നമുക്ക് അടുത്തോട്ട് പോയാലോ? യെസ്, അടുത്ത അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗാൽവനോമീറ്ററിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്, വോൾട്ടിമീറ്ററിൻ്റെ ക്വസ്റ്റ്യൻ രണ്ടും ഉണ്ട്. ഗാൽവനോമീറ്ററിനല്ല, അമ്മീറ്ററിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്, വോൾട്ടിമീറ്റർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വോൾട്ടിമീറ്ററിലും അമ്മീറ്ററിൽ നിന്ന് നമ്മളെ കുഴപ്പിക്കാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻ ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് 15 ഓം ആണ്. ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന കറണ്ട്, അതായത് ഈ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്, മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 4 മില്ലി ആംപിയർ കറണ്ടാണ് അതിലൂടെ കടന്നു പോകുന്നത്. നമ്മളിതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്? ഇതിനെ നമ്മളൊരു അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നു. അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം കറണ്ട് മെഷർ ചെയ്യണം? 6 ആംപിയർ കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു അമ്മീറ്ററായിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എങ്കിൽ നമ്മളുടെ ചോദിച്ചിരുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദി അമ്മീറ്റർ. അപ്പോൾ ഇതിനെ അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെ എന്ത് ചെയ്യണം? ഒരു റെസിസ്റ്ററിനെ നമ്മൾ ഇതിന് പാരലായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അവനെ വിളിക്കുന്ന പേരെന്താണ്? ഷണ്ട് മോൻ എന്നാണ് വിളിക്കുന്നത്, ഷണ്ട് റെസിസ്റ്റൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഗാൽവനോമീറ്ററിലോട്ട് വരുന്ന കറണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, 6 ആംപിയർ കറണ്ട്. മാക്സിമം അതിലൂടെ 6 ആംപിയർ കറണ്ട് പോകാം. ഓക്കെ, ഈ 6 ആംപിയർ കറണ്ട് പോയാൽ മാക്സിമം ഗാൽവനോമീറ്ററിലൂടെ എത്ര പോകാൻ പാടുള്ളൂ? 4 മില്ലി ആംപിയർ കറണ്ടേ പോകാൻ പാടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇതിലേക്കൂടെ പോകും, ഷണ്ട് റെസിസ്റ്റൻസിലൂടെ പോകും. ഷണ്ട് റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, I- എന്തായിരിക്കും? IG ആണ്. നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് കണക്ഷനാണ്? യെസ്, ഇത് ഒരു പാരലൽ കണക്ഷനാണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഓരോന്നിൻ്റെ അല്ലേ, ഈ അമ്മീറ്ററിന് ടോട്ടൽ റെസിസ്റ്റൻസ് ചോദിക്കുക. അപ്പോൾ ഓരോ റെസിസ്റ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാം 1/R1 + 1/R2
ഇസ് ഈക്വൽ ടു 1/r. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം. വേണ്ടേ? ഷണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇത് രണ്ടും പാരലൽ കണക്ഷനാണ്. ഇത് രണ്ടും പാരലൽ കണക്ഷൻ നമ്മൾ ഇക്വേഷനോട് ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? IG × G ഇസ് ഈക്വൽ ടു I - IG ഇൻറ്റു എന്താണ്? I - IG ഇൻറ്റു എന്താണ്? S ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഷണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാം. എന്താണ് മക്കളെ? IG × G ഡിവൈഡഡ് ബൈ എന്താണ്? I - IG എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായി അവർ തന്നിട്ടുണ്ട് IG വാല്യൂ. ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് 4 mA ആണ്. അപ്പോൾ 4 × 10⁻³ 4 mA ആണ്. ഇനി G എന്ന് പറയുന്നത് അത് നമുക്ക് തന്നിട്ടുണ്ട് 15 Ω ആണ്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 15 Ω ആണ്. ഡിവൈഡഡ് ബൈ പിന്നെ എന്താ മക്കളെ തന്നിരിക്കുന്നത്? ഡിവൈഡ് ബൈ I - IG ആണ്. 6 - 4 × 10⁻³ എന്താണ്? -3. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? ഓമിലായിരിക്കും. കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? ഓമിലായിരിക്കും. ഇതാണ് അവിടുത്തെ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഷണ്ട് റെസിസ്റ്റൻസ് ഓക്കെ അല്ലേ? ഇനി അടുത്തത് ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഞാനൊരു ഏകദേശ വാല്യൂ പറയാം. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഷണ്ട് റെസിസ്റ്റൻസിന് എന്തായിരിക്കും? ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് R എന്ന് വിളിക്കാം. ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ R1 R2 ഡിവൈഡ് ബൈ R1 + R2 ആണ്. അപ്പോൾ എന്തെഴുതാം? G × S ഡിവൈഡ് ബൈ G പ്ലസ് എന്താണ്? S ആണ് അല്ലേ? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് എന്താണ്? R2. ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം കിട്ടുന്ന ആൻസർ എന്തിലെഴുതുക? ഓമിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഹൗ വിൽ യു കൺവേർട്ട് എന്താണ്? ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഗാൽവനോമീറ്റർ ആണ്. യെസ്, ഹൗ വിൽ യു കൺവേർട്ട് ഗാൽവനോമീറ്റർ ആണ് കേട്ടോ. ഗാൽവനോമീറ്റർ. ഓക്കെ, ഗാൽവനോമീറ്റർ അപ്പുറത്ത് ചാടിപ്പോയി അല്ലേ? അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്. ഓക്കെ, റെഡി? അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് മക്കളെ എൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണവേ. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ കൊള്ളാം. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. റെഡി? യെസ്, ഗാൽവാനോ മാത്രം മതിയെന്ന് തോന്നുന്നു അല്ലേ? തൽക്കാലം നിങ്ങൾ ഗാൽവനോമീറ്റർ ആയിട്ട് സങ്കല്പിച്ചാൽ മതി. ഇത് വലിയ പാടാണ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് ഗാൽവനോമീറ്റർ ആണ്. ഇത് ഗാൽവനോമീറ്റർ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഒരു ലോ റെസിസ്റ്ററിനെ പാരലായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഗാൽവനോമീറ്ററിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാം? അമ്മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാം. അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? മനോഹരമായി കണ്ടുപിടിച്ചു. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഗാൽവനോമീറ്ററിനെ എന്താക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്? വോൾട്ട് മീറ്ററാക്കി കൺവേർട്ട് ചെയ്യുന്നു. 18 വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റുന്ന വോൾട്ട് മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ? അപ്പം നമുക്കറിയാം ഗാൽവനോമീറ്റർ തന്നിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തന്നിരിക്കുന്ന 12 Ω ആണ് റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. ഇതിനെ വോൾട്ട് മീറ്റർ ആക്കാൻ വേണ്ടി നമുക്കറിയാം ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നു. R ഈസ് ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇല്ല, തന്നിട്ടില്ല, അത് അറിയത്തില്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ? ഓക്കെ, ഇതിനകത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 mA ആണ്. അതായത് ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 3 mA ആണ്. റെഡി? ഇതിനൊക്കെ കൂടുതൽ കറണ്ട് കൂടെ പോകത്തില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മെഷർ ചെയ്യേണ്ട വോൾട്ടേജ്. നമുക്കറിയാം ഒരു വോൾട്ട് മീറ്ററിനെ നമ്മൾ ഒരു സർക്യൂട്ടിനകത്ത് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ. ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് V ഈസ് ഈക്വൽ ടു എത്രയാണ്? മാക്സിമം വോൾട്ടേജ് 18 വോൾട്ട് ആണ്. മാക്സിമം വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഇതിലൂടെ മാക്സിമം കറണ്ടായ 3 mA കടന്നു പോകുന്നത്. നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ വിൽ യു കൺവേർട്ട് ദ ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്റർ? ഓക്കെ, ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഫിഗർ വരക്കുക. എന്നിട്ട് ഇത് ഒരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്ററാക്കി എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലോ? അപ്പോൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. V ഈസ് ഈക്വൽ ടു നമുക്കറിയാം IG ഇൻറ്റു എന്താണ് മക്കളെ? IG ഇൻറ്റു G പ്ലസ് എന്താണ്? R ആണ്. ഇവിടെ നിന്നും ആറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. R ഈസ് ഈക്വൽ ടു V ബൈ IG. ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. V ബൈ
ഐ ജി മൈനസ് എന്ത് വരും, ജി എന്ന് വരും. ഓക്കെ, വി ബൈ ഐ ജി വോൾട്ടേജ് തന്നിട്ടുണ്ട് 18 അപ്പോൾ 18 ഡിവൈഡ് ബൈ ഐ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁻³ ആണ്. മൈനസ് ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് 12 ഈ കിട്ടിയ ആൻസർ എന്തിലായിരിക്കും മക്കൾ? ഈ കിട്ടിയ ആൻസർ ഓമിലായിരിക്കും. ഇതിൻ്റെ ആൻസറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ കമൻറ്റ് ബോക്സ് ഈ ആൻസറുകൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യണം, നിറയണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ നമ്മുടെ എന്താണ് വേവ് ഒപ്റ്റിക്സിലോട്ട് കിടക്കാം. നമുക്കറിയാം വേവ് ഒപ്റ്റിക്സിനകത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റും ആണ്. അതിവിടെ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ S1 ആൻഡ് S2 1 mm, S1ഉം S2 ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 mm ആണ്, ആയിക്കോട്ടെ. ആൻഡ് ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് 1 meter എവേ, സ്ക്രീൻ 1 meter മാറ്റി വെച്ചിരിക്കുകയാണ്. ഫ്രിഞ്ച് സെപ്പറേഷൻ ഫോർ എ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5 × 10⁻⁷ മീറ്റർ. ഫ്രിഞ്ച് വിഡ്ത്ത് 5 × 10⁻⁷ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് എ ഫ്രിഞ്ച് സെപ്പറേഷൻ? ലൈറ്റിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, സോറി ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കുന്ന ഫ്രിഞ്ച് സെപ്പറേഷൻ ആണ് ബീറ്റ. അപ്പോൾ ബീറ്റയുടെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബീറ്റ ഈസ് ഈക്വൽ ടു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. S1 S2 ഉണ്ട്, അപ്പോൾ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ എന്താണ്, സ്മോൾ ഡി ആണ്. ലാംഡയുടെ വാല്യൂ 5 × 10⁻⁷ ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 1 meter ആണ്. സ്മോൾ ഡി എന്ന് പറയുന്നത് 1 × 10⁻³ ആണ്. കിട്ടുന്ന ആൻസർ എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഇതിൻ്റെ ആൻസർ സിമ്പിളാണ്, ഞാൻ തന്നെ കണ്ടുപിടിക്കാം. നിങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടേണ്ട. മൈനസ് എന്ത് വരും? 4 വരും. അപ്പോൾ 5 ചെറുതൊക്കെ സാറ് ചെയ്യും അല്ലേ? 5 × 10⁻⁴ എന്താണ്? മീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ, ബീറ്റ എന്ന് പറയുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് ഹാഫ്ഡ്. ഡിസ്റ്റൻസ് പകുതിയാക്കി. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് സ്ലിറ്റ് ഈസ് ഡബിൾഡ്. അതായത് എന്തൊക്കെയാണ് ആക്കിയത്? ഡി ഡാഷ്, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഈസ് ഹാഫ്ഡ്. സ്ലിറ്റുകൾ തമ്മിൽ ഡിസ്റ്റൻസ് പകുതിയാക്കി. സ്ലിറ്റും സ്ക്രീനും തമ്മിൽ ഡിസ്റ്റൻസ് ഇരട്ടിയാക്കി. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എത്ര ആക്കി മാറ്റി മക്കളെ? ഡബിൾ ആക്കി മാറ്റി, 2D ആക്കി മാറ്റി. എങ്കിൽ നമ്മുടെ ബീറ്റ എന്താണ്? ബാൻഡ് വിഡ്ത്ത് ചോദിച്ചിരിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി ആണ്. അപ്പോൾ ലാംഡ ക്യാപിറ്റൽ ഡിക്ക് പകരം 2D ഇട്ട് കൊടുക്കുക, സ്മോൾ ഡിക്ക് പകരം D/2 ഇട്ട് കൊടുക്കുക, D/2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാം 2 × 2 4 ആണ്. 4 ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി വിച്ച് ഈസ് ഈക്വൽ ടു 4 ടൈംസ് ഓഫ് എന്താണ്? ബീറ്റ. 2022 സെയിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. 2022 സെയിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. റെഡി അല്ലേടാ മക്കളെ? എല്ലാവർക്കും കിട്ടിയ 4 ബീറ്റ എന്ന് കിട്ടിയ 4 ബീറ്റ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് യൂസ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് ദ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കുന്ന ഡാഷ് ഒന്നുമില്ല, കുത്താണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നു ദ സ്ലിറ്റ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 1 millimeter സ്ലിറ്റ് സെപ്പറേഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ നമുക്ക് നേരത്തെ എഴുതാം. സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ 1 millimeter ആണ്. 1 × 10⁻³ മീറ്റർ ആണ് സ്ലിറ്റിൻ്റെ സെപ്പറേഷൻ. പ്രൊഡ്യൂസർ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ബാൻഡ് വിഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്നത് 0.6 mm ആണ്. 0.6 × 10⁻³ മീറ്റർ ആണ്. MM-നെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം കേട്ടോ. പ്ലേസ്ഡ് അറ്റ് എ സെർട്ടൺ ഡിസ്റ്റൻസ് എബേ ഫ്രം ദി സ്ലിറ്റ്. അപ്പം ഏതോ ഒരു ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. വെൻ ദ സ്ക്രീൻ ഈസ് മൂവ്ഡ് ഫർദർ എവേ ഫ്രം ദി സ്ലിറ്റ്, സ്ക്രീന് ഒരു 0.25 മീറ്ററും കൂടെ മാറ്റി. അപ്പോൾ പുതിയ എന്താണ് ഡി ഡാഷ് എന്ന് പറയുന്നത്, പുതിയ ആ ഒരു ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് D+ എന്താണ് 0.25 ആണ്. ഇത് നമുക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ D+ എന്താണ് 0.25 ആണ്. ദ ബാൻഡ് വിഡ്ത്ത് ബിക്കം 0.75. എൻ്റെ പുതിയ ബാൻഡ് വിഡ്ത്ത് ബീറ്റ ഡാഷ്, പുതിയ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.75 ആയി. 0.75 × 10⁻³ അപ്പം ആദ്യം നമ്മുടെ സ്ലിറ്റ് സ്ക്രീൻ ഇവിടെ വെച്ചിരിക്കുന്നു. ഈ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ ഡി. ഇപ്പോൾ നമ്മുടെ സ്ലിറ്റ് സ്ക്രീൻ ഇരിക്കുന്നത് കുറച്ച് ദൂരോട്ട് മാറിയിരിക്കുന്നു. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്താണ്? ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? D+ എന്താണ് 0.25 ആണ്.
ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ആ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനിഷ്യൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബീറ്റ ഈസ് ഈക്വൽ ടു 0.6 mm ആയിരുന്നു. ഇപ്പോഴത്തെ ബാൻഡ് വിഡ്ത്ത് അല്പം നമുക്ക് ക്യാപിറ്റൽ ഡി കൂടും, ബാൻഡ് വിഡ്ത്ത് കൂടും. ഈ പുതിയ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്നറിയാവോ? ബീറ്റ ഈസ് ഈക്വൽ ടു 0.75 mm ആണ്. ബാൻഡ് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്, പുതിയ ബാൻഡ് വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇനിഷ്യൽ സെപ്പറേഷൻ, ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻ എഴുതാം. ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ഡിവൈഡ് ബൈ സ്മോൾ ഡി. ഇവിടെ സ്മോൾ ഡീനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ദാറ്റ് മീൻസ് സ്മോൾ ഡിക്ക് മാറ്റമൊന്നുമില്ല, ലാംഡയ്ക്ക് മാറ്റമൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എഴുതി. ഇനി ബീറ്റ ഡാഷ് നമ്മൾ എഴുതുവാണ്. ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത്തിൽ മാറ്റമൊന്നുമില്ല. ഡി എന്നുള്ളത് നമുക്ക് ഡി ഡാഷ് എന്ന് വിളിക്കാം. സ്മോൾ ഡി എന്നുള്ളത് സ്മോൾ ഡി ആണ്. ഈ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ആൻസറായി. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ ഡാഷ് ഈക്വൽ ലാംഡ വെട്ടിക്കളയാം, ഡി വെട്ടിക്കളയാം. അപ്പോൾ ഡി ഡിവൈഡഡ് ബൈ ഡി ഡാഷ് എന്ന് എഴുതാം. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ബീറ്റയുടെ വാല്യൂ എത്രയാടാ? ബീറ്റയുടെ വാല്യൂ 0.6 × 10⁻⁻3. ബീറ്റ ഡാഷിൻ്റെ വാല്യൂ 0.75 × 10⁻⁻3. ക്യാപിറ്റൽ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കേണ്ട ആളാണ്. ക്യാപിറ്റൽ ഡി ഡിവൈഡഡ് ബൈ ഡി പ്ലസ് 0.25. ഓക്കെ അല്ലേടാ? നമുക്കിത് വെട്ടിക്കളയാം, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നു. അപ്പോൾ 0.6 × ഡി പ്ലസ് 0.25 ഇസ് ഈക്വൽ ടു 0.75 × എന്താണ്? ഡി എന്ന് എഴുതാം. ഓക്കെ, റെഡി അല്ല മക്കളെ? ഇത്രയും കിട്ടത്തില്ല നമുക്ക്, ഇത്രയും നമുക്ക് കിട്ടും അല്ലേ? ഇനി ഇതിനെ നമ്മളൊന്ന് സോൾവ് ചെയ്യാൻ പോകുന്നു. 0.6-നകത്തിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 0.6 × ഡി പ്ലസ് 0.6 × 0.25. 0.6 × 0.25 അവിടെ കിടക്കട്ടെ, പിന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് 0.6 × 0.25 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 0.75 ഡി ആണ്. ഇതിനെ അങ്ങോട്ട് കൊടുക്കുന്നു. ഇതിനങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് കിട്ടുമെന്ന് നോക്കിയേ? 0.6 × 0.25 വിച്ച് ഈസ് ഈക്വൽ ടു 0.75. 0.75 മൈനസ് 0.75 ഡി മൈനസ് 0.6 ഡി. 0.6 ഡി എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഡിയുടെ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഡി 0.15 എന്ന് എഴുതാം. 0.6 × 0.25. 0.6 × 0.25. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ ഡിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. എന്താണ് കിട്ടുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കിട്ടുന്ന ആൻസർ മീറ്ററിലായിരിക്കും. എന്താണ് കിട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഒന്ന് അടിപൊളിയായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള കിടുക്കാച്ച് ക്വസ്റ്റ്യൻ, നമ്മൾ ചെറിയ നിസ്സാരമായ ക്വസ്റ്റ്യൻ ഒന്നും അല്ല നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ നല്ല അന്തസ്സുള്ള ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ പാടായിട്ടൊക്കെ തോന്നും. അത് ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ മനസ്സിലാകുന്നില്ല എങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ ഉറപ്പായി മനസ്സിലാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തലയിൽ അല്പം ആൾതാമസമൊക്കെ വേണം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എല്ലാം മനസ്സിലാക്കാൻ പറ്റും. 1-2 പ്രാവശ്യം എന്തെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാകുന്നില്ലെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് പയ്യെ കണ്ടു നോക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ കണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഓരോ സ്റ്റെപ്പും നിങ്ങൾ സ്വന്തമായി എഴുതുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ആൻസറും കമൻറ്റായി രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.